എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുകയും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗാർഡനിലെ കൊളോക്കേഷ്യ പ്ലാന്റ്സിൻ്റെ വെറൈറ്റികളാണ് ഞാൻ ഈ കാണിക്കുന്നത്. 3-4 വെറൈറ്റികളുണ്ട്. അപ്പോൾ ഈ ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവസാനം വരെയും കാണുക. 3-4 വെറൈറ്റി കൊളോക്കേഷ്യകളുണ്ട്. ടീ കപ്പ് കൊളോക്കേഷ്യ എന്ന് അറിയപ്പെടുന്ന കൊളോക്കേഷ്യയാണ് ഇപ്പം കാണുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് കൊളോക്കേഷ്യ, അല്ലാതെ തന്നെ ബ്ലാക്ക് കളറിലെ വേറൊരു കൊളോക്കേഷ്യ വെറൈറ്റിയും കൂടിയുണ്ട്. പിന്നെ ഗ്രീനും ബ്ലാക്കും കൂടി വരുന്ന കോമ്പിനേഷനുള്ള കൊളോക്കേഷ്യ ഉണ്ട്. ഇതെല്ലാം നല്ല വെറൈറ്റികളാണ്. ഇതിൽ ചില പ്ലാന്റുകളൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് കൊളോക്കേഷ്യ സെയിലിനില്ല. ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് വേണ്ട കൂട്ടുകാർ ചോദിക്കുക. അതുപോലെ തന്നെ ലോട്ടസ് വെറൈറ്റികളുടെയൊക്കെ പിക്ക് ഞാൻ ഇത്തവണ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം പ്ലാന്റ്സ് വേണ്ട കൂട്ടുകാർ ഓർഡർ ചെയ്യുക. വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെ നമുക്കിപ്പോഴും സെയിലിനായിട്ടുണ്ട്. ഈ കാണുന്നത് നല്ല റേറ്റുള്ള ഒരു കൊളോക്കേഷ്യ പ്ലാന്റാണ്. ഇത് ആദ്യം ഗ്രീൻ കളറാണ്. ഇത് ലീഫ് ഉണ്ടാകുമ്പോൾ ഗ്രീൻ കളറാണ്. പിന്നെ 1-2 ദിവസം കഴിയുമ്പോൾ അത് ബ്ലാക്ക് കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ബ്ലാക്ക് മാജിക് കൊളോക്കേഷ്യയാണ്. ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ വാങ്ങി നിങ്ങൾ വെക്കുക. കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് തൈകൾ ഉണ്ടാകുന്നതാണ് ഇതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്ര നഷ്ടമൊന്നും വരുത്തുകയില്ല. വേണ്ട കൂട്ടുകാർ ചോദിക്കുക. ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ടെങ്കിൽ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ് പില്ലർ കൊളോക്കേഷ്യ എന്നറിയപ്പെടുന്ന യെല്ലോയും റെഡും കൂടെ ഒക്കെ വെരിഗേഷൻ കയറി വരുന്ന പ്ലാന്റ്സ്, അത് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. പിന്നെ ചെറിയ പ്ലാന്റുകൾ ചെറിയ റേറ്റിൽ തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ലോട്ടസിൻ്റെയൊക്കെ കൂട്ട് തന്നെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് കൊളോക്കേഷ്യ. അതുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ ഇപ്പം കൊളോക്കേഷ്യ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെയിൽ വീഡിയോ അല്ല, അല്ലാതെയുള്ളൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സെയിലിനായിട്ടുള്ളതാണെങ്കിൽ അത് തരുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഒരുപാട് വാട്ടർ പ്ലാന്റ്സുകൾ അല്ലാതെ ഉള്ളതുമുണ്ട്. മെക്സിക്കൻ സോഡൊക്കെ ഉണ്ട്. മെക്സിക്കൻ സോഡ്, ജപ്പോണിക്ക ഒക്കെ ഇതിനകത്തുണ്ട്. മൊസൈക്ക് പ്ലാന്റ്. അപ്പോൾ അതൊക്കെ ഒരു കോംബോ ആയിട്ട് വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന കൊളോക്കേഷ്യ ഗ്രീനും ബ്ലാക്കും കൂടെ ഉള്ള അതിന് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ പ്ലാന്റിനൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിർത്തേണ്ട ആവശ്യമില്ല. എങ്കിലും അതിൻ്റെ തണ്ടൊക്കെ അഴുകാൻ തുടങ്ങും. നമ്മൾ അതിനകത്ത് കുറച്ച് നനവ് വെച്ച് നിർത്തിയാൽ മതി. നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് പിടിച്ച് കിട്ടും. എപ്പോഴും അതിനകത്ത് നനവുണ്ടായാൽ മതി. വെള്ളം കെട്ടി നിർത്തണമെന്നില്ല. പിന്നെ നല്ല വെയിലും ആവശ്യമില്ല. ഒരുപാട് വെയിൽ കൊണ്ടാൽ പ്ലാന്റുകൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഗ്രീനും യെല്ലോയും കൂടിയുള്ള ഷെയ്ഡ് വരുന്നത് വൈറ്റ് ലാവ എന്നറിയപ്പെടുന്ന ഒരു കൊളോക്കേഷ്യയാണ്. ഇതിൻ്റെ കൂട്ട് തന്നെ റെഡ് വെറൈറ്റി വരുന്നതാണ് ലൈറ്റ് പില്ലർ കൊളോക്കേഷ്യ. ഇത് രണ്ടും കൂടി നല്ല സാമ്യമാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് പില്ലർ കൊളോക്കേഷ്യയുടെ പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട്. വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ വന്നതിന് ശേഷം ചോദിക്കുക. പിന്നെ വാട്ടർ ലില്ലിയൊക്കെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. കോംബോ ഓഫറായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്നും നമ്മൾ അല്ലാതെയുള്ള വീഡിയോകളൊക്കെയാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കൊളോക്കേഷ്യയുടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്നും മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. പിന്നെ അല്ലാതെയുള്ള പ്ലാന്റ്സൊക്കെ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. നമുക്ക് കട്ടിങ്സൊക്കെ ഒരുപാട് കൊടുക്കാനുണ്ട്. തീരെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ അല്ലാതെയുള്ള നോർമൽ പ്ലാന്റ്സിൻ്റെയൊക്കെ കട്ടിങ്സ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കോളിയസ് പ്ലാന്റ്സും അല്ലാതെയുള്ള പ്ലാന്റും കൂടി ചേർത്തുള്ള 20 കട്ടിങ്സ് 200 രൂപ കൊറിയർ ചാർജ് അടക്കമുണ്ട്. അപ്പോൾ അത് വേണ്ട കൂട്ടുകാർ ചോദിക്കുക.
അതുപോലെ മൊസൈക്ക് പ്ലാന്റിനകത്തൊക്കെ ഇപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട്. യെല്ലോ കളറിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് മൊസൈക്ക് പ്ലാന്റിൻ്റെ ഫ്ലവർ. ഇതുപോലെയുള്ള വലിയ ബേസിനിനകത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് മൊസൈക്ക് പ്ലാന്റ് കാണാൻ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ടീ കപ്പ് കൊളോക്കേഷ്യയാണ്. ടീ കപ്പ് കൊളോക്കേഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ ആ നടുക്ക് ഭാഗത്ത് നമ്മൾ വെള്ളം ഒക്കെ നിർത്തിയിരുന്നാൽ അതുപോലെ തന്നെ നിൽക്കുന്നതാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന ടൈപ്പ് ലീഫ് ആയതുകൊണ്ടാണ് അതിനെ ടീ കപ്പ് കൊളോക്കേഷ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ, സാധാ നോർമൽ പ്ലാന്റുകൾ നമ്മുടെ ഗാർഡനിലുണ്ട്. വേണ്ട കൂട്ടുകാർ ചോദിക്കുക. ഒരു ദിവസം അതിൻ്റെയും കൂടി വീഡിയോ ഇട്ട് കാണിക്കുന്നതാണ്. ഏതെങ്കിലും ഫോട്ടോ ഒക്കെ ഇട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ കണ്ടത് ഒരു വാട്ടർ പ്ലാന്റാണ്. ലൈറ്റ് പില്ലർ കൊളോക്കേഷ്യയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ കൊളോക്കേഷ്യ പ്ലാന്റുകൾ വാങ്ങിച്ച് വെച്ചാൽ നിങ്ങളുടെ ഗാർഡന് അതിസുന്ദരമാക്കാവുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ടാത്ത പ്ലാന്റുകളാണ് ഈ കൊളോക്കേഷ്യ പ്ലാന്റ്. അതുപോലെയുള്ള വാട്ടർ പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ മറ്റുള്ള പ്ലാന്റുകളെക്കാട്ടിലും നമുക്ക് വളരെ വേഗം തന്നെ ഇതെല്ലാം പിടിപ്പിച്ചെടുക്കാനും സാധിക്കും. അതുകൊണ്ട് വാട്ടർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഏതെങ്കിലുമൊക്കെ വാങ്ങി വെക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അടുത്ത പുതിയ ഒരു വർഷം തുടങ്ങുകയാണ്. വാട്ടർ പ്ലാന്റ്സ് ഇനിയും പോട്ട് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർക്ക് തുടക്കമായിട്ട് കുറച്ച് വാട്ടർ പ്ലാന്റുകളൊക്കെ വാങ്ങി പോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വൈറ്റ് ലാവ എന്ന് പറയുന്ന കൊളോക്കേഷ്യയാണ്. പിന്നെ നമുക്ക് മെക്സിക്കൻ സോഡ് ഉണ്ട്, സെയിലിനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണിമുല്ലയ്ക്കകത്ത് ഇപ്പോൾ ഫ്ലവർ ഉണ്ടായിരിക്കുകയാണ്. ഒരുപാട് നാളുകളായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു പ്ലാന്റ് ആയിരുന്നു അത്. ഇപ്പോൾ അത് ഫ്ലവർ ഉണ്ടായതിന് ശേഷം വാടി നിൽക്കുകയാണ്. എന്നാലും നല്ല രീതിയിൽ തന്നെ അതും പൂത്ത് കിട്ടിയിട്ടുണ്ട്. മെക്സിക്കൻ സോഡിൻ്റെ ഒരുപാട് തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. 50 രൂപയാണ് മെക്സിക്കൻ സോഡിന് റേറ്റ്. ചെറിയ തൈകൾക്ക് 30 രൂപയുടെ 20 രൂപയുടെയൊക്കെ ഉണ്ട്. അങ്ങനെ സെപ്പറേറ്റായിട്ട് പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കുക. പിന്നെ വാട്ടർ പ്ലാന്റ്സ് കോംബോ ചെറിയ പ്ലാന്റുകളെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് പ്ലാന്റുകൾ 150 രൂപയ്ക്കും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ് വേണമെങ്കിൽ ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ കണ്ടത് വെരിഗേറ്റഡ് മെക്സിക്കൻ സോഡാണ്. അതിൻ്റെ ഫ്ലവർ സാധാ മെക്സിക്കൻ സോഡിൻ്റെ ഫ്ലവർ തന്നെയാണ്. എങ്കിലും അതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെയുള്ള പ്ലാന്റുകൾക്കൊക്കെ നമുക്ക് ഫ്ലവറിനെക്കാട്ടിലും നല്ല രീതിയിലുള്ള ലീഫാണ് ഇതിൻ്റെയൊക്കെ ഭംഗി കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചോദിക്കുക. നമുക്ക് സെയിലിനായിട്ടുണ്ടെങ്കിൽ തരുന്നതായിരിക്കും. ഇത് മിക്രാന്ത ബ്ലൂ വാട്ടർ ലില്ലിയാണ്. എന്നും ഈ വാട്ടർ ലില്ലിക്കകത്ത് ഫ്ലവർ ഉണ്ടായിരിക്കും. ഇതിപ്പം വൈകുന്നേരത്താണ് ഞാൻ വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് അത് വാടി നിൽക്കുന്നത്. നാളെ വീണ്ടും അത് വിടർന്ന് നിൽക്കുന്നതായിരിക്കും. കുറേ ദിവസം അങ്ങനെ നിൽക്കുന്നതാണ് മിക്രാന്ത ബ്ലൂ. അതുപോലെ തന്നെ ഡൗബൻ, ഇസ്ലാമോറോഡ ഇങ്ങനെയുള്ള വാട്ടർ ലില്ലികളെല്ലാം നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ്. അതെല്ലാം നമുക്ക് സെയിലിനായിട്ടുണ്ട്. സെയിം ഫ്ലവറിങ് പ്ലാന്റുകൾ തന്നെയാണ് കൊടുക്കുന്നത്. കുറഞ്ഞ റേറ്റിലാണ് വാട്ടർ ലില്ലിയും കൊടുക്കുന്നത്. വാട്ടർ ലില്ലിയൊക്കെ ഇതുവരെ പോട്ട് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർക്ക് പറ്റിയ ഒരു അവസരമാണിത്. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ് പോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഇതിലേതെങ്കിലുമൊക്കെ വാങ്ങി വെക്കാവുന്നതാണ്. നമുക്ക് തുടക്കക്കാർക്ക് പറ്റിയിട്ടുള്ള പ്ലാന്റുകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ലോട്ടസ് ട്യൂബറുകൾ, 1000 പെറ്റൽ, അമേരിക്കമേലിയ, പിങ്ക് ക്ലൗഡ് ഇതെല്ലാം നമുക്ക് ഒരു കോംബോ ആയിട്ടും തരുന്നതാണ്. ലോട്ടസ് ട്യൂബറൊക്കെ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. ഇനിയും ഈ ജനുവരിയിലൊക്കെ പോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ വേഗം തന്നെ ഫ്ലവർ ഉണ്ടാകുന്നതാണ്. കുറച്ച് നാളൂടെ കഴിയുമ്പോഴത്തേക്ക് ട്യൂബറിനൊക്കെ റേറ്റ് കൂടുകയും ചെയ്യും. ഇപ്പോൾ ഒരുപാട് റേറ്റ് കുറച്ചാണ് ട്യൂബറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. കൊളോക്കേഷ്യ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുകയുള്ളൂ. ഇപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണമെന്ന്. ഇപ്പോൾ കണ്ട കൊളോക്കേഷ്യ പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് കുറച്ച് തൈകളുണ്ട് സെയിലിനായിട്ട്. ഇപ്പോൾ അത് വേണ്ട കൂട്ടുകാർ ചോദിക്കുക.
ഇപ്പം ഗാർഡനൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് പറ്റിയ ഒരുപാട് പ്ലാന്റുകൾ, സാധാ പ്ലാന്റ്സുകൾ നമുക്കുണ്ട്. അല്ലാതെയുള്ള വാട്ടർ പ്ലാന്റ്സുകളുമുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണ്ടവർ ചോദിക്കുക. പിന്നെ DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭംഗി ഇതിനകത്ത് ബ്ലാക്ക് കൊളോക്കേഷ്യയ്ക്കാണ്. ബ്ലാക്ക് ലീഫിനാണ് നല്ല എടുപ്പുള്ളത് നമ്മുടെ ഗാർഡനിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ട് ബ്ലാക്കും കൊളോക്കേഷ്യ വാങ്ങി വെക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റുള്ള പ്ലാന്റുകളും നല്ല ഭംഗിയുള്ളവയാണ്, എങ്കിലും ബ്ലാക്കിനാണ് ഏറ്റവും എടുപ്പുള്ളത്. അപ്പോൾ ഈ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി കാണിച്ചതാണ്. ഇതിന് പിന്നെ ചില സമയത്ത് ഇതിന് കീടങ്ങളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. കൊളോക്കേഷ്യയുടെ ലീഫൊക്കെ തിന്ന് കഴിയുന്നുണ്ട്. അതിന് നമുക്ക് നീം ഓയിലൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല. ചില സമയത്ത് ഉറുമ്പിൻ്റെ ആക്രമണമൊക്കെ ഉണ്ടാകും. ഉറുമ്പ് അല്ലാതെയുള്ള കീടങ്ങളൊക്കെ ഇതിൻ്റെ ലീഫ് തിന്നാറുണ്ട്. അതുപോലെ തന്നെ വെയിൽ കൊണ്ടാലും ഇതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞു പോകാറുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക.